ഹായ്, ഇന്നിപ്പോൾ ഒരു വ്ളോഗാണേ. അന്നൊരു ഒഴിവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു പരുന്ത്. എന്തൊരു വലുപ്പമാണെന്നറിയോ. ഇതിപ്പോൾ അകലെന്ന് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കണതാണ് ചെറുതായിട്ട് തോന്നണതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മ കാലത്ത് തന്നെ ഷെയ്ക്കൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ ഒരു ഷെയ്ക്ക് കഴിക്കലൊക്കെ ഞങ്ങൾക്കുണ്ട്. ചേട്ടനും ഉണ്ടാവാറുണ്ട്, പക്ഷേ ചേട്ടൻ പോയ കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ഏകദേശം ഒരു 7 മണിക്ക് ആയിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞുഞ്ഞു പറസ് നല്ല ഉറക്കം. അവർക്ക് എണീക്കുമ്പോൾ അടിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ അമ്മയ്ക്ക് രാവിലെ ഇങ്ങനെ നേരത്തെ പോകേണ്ട കാരണം ഞങ്ങളിപ്പോൾ കഴിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതാ കുഞ്ഞുനും പാറൂസും നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വിളിക്കാറുണ്ട് രണ്ടാളെയും. പാറൂസ് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ കുഞ്ഞു ചെയ്യണ കാരണം പാറൂസും കൂടെ ഇറങ്ങി ചെയ്യേ. അങ്ങനെ രണ്ടാളെയും എണീച്ച് അവരുടെ പല്ല് തേപ്പും അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിച്ചത് രണ്ടാളിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുഞ്ഞിനോട് ഓടാൻ പറയും, പാറൂസിനോട് വെറുതെ ഒന്ന് കൈവീശി ഇങ്ങനെ നടക്കാൻ പറയും കേട്ടോ. അത് നടക്കണ കാണാൻ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി നിൽക്കും, എനിക്ക് നേരമില്ല ഇവർ ചെയ്യണ കാണാനായിട്ട്. ഞാൻ ഒന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ അപ്പോൾ കുഞ്ഞുഞ്ഞ് നടക്കും. അപ്പം കുറച്ച് നേരമൊക്കെ അങ്ങനെ നടത്തിച്ച് പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അധികമൊന്നുമില്ല, 2-3 എക്സസൈസ് ഒരു 10-15 വട്ടം അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു മുടക്ക് ദിവസമായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന്. വല്ലപ്പോഴും ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കുഞ്ഞുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗുലാബ് ജാം, പക്ഷേ പാറൂസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പം അധികം ഉണ്ടാക്കണില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡിലത്തെ അരിവശമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവന് കറക്റ്റ് ആ വൈറ്റ് കളറിൽ തന്നെ അങ്ങോട്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കായിരുന്നു എളുപ്പം, പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങനെ പൊടിച്ചെടുത്തു. എന്നിട്ട് പുട്ടിന് കുഴക്കണ പോലെ കുറേശ്ശെ പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അങ്ങനെ കുഴച്ചെടുത്തേ. അരികുവശം ഉണ്ടായിരുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കളഞ്ഞില്ല. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അരികുവശം ഞാൻ വേറെ കുഴച്ച് ഇതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞു ബോൾസുകളാക്കിയിട്ട് അതെല്ലാം ഉരുട്ടി വെച്ചു. അരികുവശം ഉണ്ടായിരുന്നതും ഇതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് അതും ഉരുട്ടി വെച്ചിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമല്ലേ, പക്ഷെ കളറിൽ മാറ്റം ഒരു വ്യത്യാസമുള്ളൂ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചു. പിന്നെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയല്ല ഓയിലായിരുന്നു കേട്ടോ. ഓയിലൊഴിച്ച് അത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് അധികം നേരമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. ഒരു 4-5 മിനിറ്റൊന്നും വേണ്ട. അപ്പോഴേക്കും അതിങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട്. തീ അധികം കൂട്ടി വയ്ക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോളുകൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി കേട്ടോ, ഇനി കൂടണ്ട. ഇതാണ് കറക്റ്റ് പരിവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു, നല്ലപോലെ തണുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയും ഒരു 2 ഗ്ലാസ് വെള്ളം അതും കൂടെ ഇട്ടിട്ട് പിന്നെ 2 ഏലക്കായും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് ഈ ഗുലാബ് ജാം ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 2 മണിക്കൂർ അതിൽ കിടക്കണം, എന്നാലേ നന്നായിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും അത് എടുത്തു. ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതെടുത്ത് കഴിക്കാൻ പോവാണേ.
കുഞ്ഞുഞ്ഞ പറസും കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഫുള്ള് കഴിക്കില്ല, കുറച്ച് ദിവസത്തേക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട് കുഞ്ഞു? അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഗുലാബ് ജാമായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.